أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل رب إما تريني ما يوعدون رب فلا تجعلني في القوم الظالمين وإنا على أن نريك ما نعدهم لقادرون ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1128 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 93 മുതൽ 98 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل رب إما تريني ما يوعدون رب فلا تجعلني في القوم الظالمين وإنا على أن نريك ما نعدهم لقادرون ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 93 മുതൽ 98 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന മക്കയിലെ ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അവർക്ക് അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ആ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന വിധത്തിലുള്ള സുപ്രധാനമായ ചില ന്യായങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതൻ വ്യാജം ചമക്കുന്നവനാണ്, ഭ്രാന്തനാണ്, സിഹർ ബാധിച്ചവനാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടിരുന്ന ആളുകളെ യഥാർത്ഥത്തിൽ അവർക്കാണ് സിഹർ ബാധ ഏറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ സത്യം കാണാൻ കഴിയാത്ത വിധത്തില് അവരുടെ ഇന്ദ്രിയങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ കാര്യത്തിലാണ് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ബൽ അതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ. നിശ്ചയമായിട്ടും നാം അവരുടെ മുന്നിൽ സത്യമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ ശരിയായ വിധത്തിൽ വിലയിരുത്താനോ ഉൾക്കൊള്ളാനോ ഒന്നും അവർ സന്നദ്ധരല്ല എന്ന് മാത്രമല്ല, തീർത്തും അടിസ്ഥാനരഹിതമായ വ്യാജമായ കാര്യങ്ങളാണ് അവര് അള്ളാഹുവിന്റെ ദൂതനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വൈന്നഹും ലകാദിബൂൻ. അവര് സ്വീകരിക്കുന്ന നിലപാടുകളും അവരുടെ പ്രസ്താവനകളും അവരുടെ അഭിപ്രായ പ്രകടനവും ഒക്കെ തന്നെ കദിബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. കള്ളമാണ് അവരുടെ സകല വാദങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ളത്. വ്യാജമാണ് അവര്
കൃത്രിമമായി അടിസ്ഥാനരഹിതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സന്തതികളെ ഒന്നും സ്വീകരിച്ചിട്ടില്ല. അവനോടൊപ്പം പങ്കാളിയായിട്ട് ഒരു ആരാധ്യനും ഇല്ലതാണ്. അങ്ങനെ ഉണ്ടാവുക എന്നത് തന്നെ സാധ്യവുമല്ല. കാരണം അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വത്തിൽ പങ്കുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് സൃഷ്ടിപ്പിലും പങ്കാളികളാണ് എന്നാണല്ലോ അതിന്റെ സൂചന. അങ്ങനെ സൃഷ്ടിപ്പിൽ അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നൊരവസ്ഥയുണ്ടെങ്കിൽ അവരോരോരുത്തരും തന്നെ അവര് സൃഷ്ടിച്ചതുമായി അങ്ങ് പോകുമായിരുന്നു. അതിനെ തുടർന്നുണ്ടാവുന്നത് വലിയ കലഹവും ശൈഥില്യവും മാത്രമായിരിക്കും. ഒരിക്കലും തന്നെ ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ആ സ്വരച്ചേർച്ച ഒരു കാര്യത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സകല അബദ്ധങ്ങളിൽ നിന്നും മുക്തനാണ് പടച്ചതമ്പുരാൻ. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവരുടെ ഈ വിവരണം, വർണ്ണന പോലെയുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ തീർത്തും മുക്തനായി അകളങ്കിതനും തികവാർന്നവനുമായിട്ടാണ്. അതിന്റെ പൂർണ്ണത എല്ലാ നിലക്കും ഉള്ളവനാണ്. ഒരു പോരായികയും ഇല്ലാത്തവനാണ് അള്ളാഹു. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അപ്പൊ ഇവരുടെ ഈ വ്യാജമായ വർത്തമാനങ്ങളൊന്നും തന്നെ അള്ളാഹുവിന്റെ മഹത്വത്തെയോ അവന്റെ പവിത്രതയെയോ അവന്റെ വിശുദ്ധിയെയോ ഒരു നിലക്കും ഒരു പോറലും ഏൽപ്പിക്കുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ വിശുദ്ധിയും അള്ളാഹുവിന്റെ പവിത്രതയും അവന്റെ അധികാര സ്ഥാനങ്ങളിലുള്ള അവന്റെ പൂർണ്ണതയും അതിലൊന്നും തന്നെ ഒരു കോട്ടവും വരുത്താൻ ഇവരുടെ ഈ സംസാരം കൊണ്ടോ ഇവരുടെ ഈ നിലപാട് കൊണ്ടോ സാധ്യമല്ല. പ്രത്യക്ഷമായതും മറഞ്ഞു കിടക്കുന്നതുമായ കാര്യങ്ങളൊക്കെയും തന്നെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അവർ. അല്ലാഹു ഇവര് പങ്കാളികളെ ചേർക്കുന്നതിൽ നിന്നൊക്കെയും ഉന്നതനായി നിലകൊള്ളുന്ന, അതിനൊക്കെ അതീതമായിട്ട് നിലകൊള്ളുന്നവനാണ് അല്ലാഹു. ഇത്രയുമാണ് നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളിൽ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ നോക്കുക. റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു നിർദ്ദേശം നൽകുകയാണ്. പ്രവാചകരെ, താങ്കൾ ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഖുൽ, പറഞ്ഞോളൂ, ഇങ്ങനെ പറയുക. എല്ലായിടത്തും പറയുക എന്നല്ല അതിന്റെ അർത്ഥം. പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥം പലയിടത്തും അതിനുണ്ട്. അത് തുടർന്ന് വരുന്ന വാക്കുകളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഖുർ റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ. റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ. എന്റെ നാഥ, നീ ഇവർക്ക് താക്കീത് നൽകുന്ന കാര്യം എന്നെ കാണിക്കാൻ തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ, എന്റെ സാന്നിധ്യത്തിൽ, ഞാൻ ജീവിച്ചിരിപ്പുള്ളപ്പോ എന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവർക്കുള്ള ശിക്ഷ എന്ന താക്കീത് നടപ്പിലാക്കപ്പെടാൻ പോകുന്നത് എങ്കിൽ, ഒരു പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയുടെ തുടക്ക ഭാഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സമൂഹത്തില് സത്യസന്ദേശം എത്തിച്ചതിനെ തുടർന്ന് അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാതിരുന്ന ആളുകളെ താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു അവർക്ക് കടുത്ത ശിക്ഷ നൽകാൻ പോകുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുകയുണ്ടായതാണ്. അതിനെ തുടർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച കാര്യമാണിത്. അള്ളാഹുവിന്റെ ദൂതരോട് അള്ളാഹു പറയുകയാണ്, ഫുൽ, പ്രവാചകരെ, താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ. എന്റെ നാഥ, ഇവർക്ക് താക്കീതായിട്ട് നീ നൽകുന്ന ഈ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് നീ അവർക്ക് നൽകിയതാണല്ലോ. അത് എന്നെ തന്നെ കാണിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സന്നിഹിതനായ അവസ്ഥയിൽ തന്നെ ആ ശിക്ഷ കൺമുന്നിൽ പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്നത് കാണാനാണ് നിന്റെ
തീരുമാനമെങ്കിൽ ഈ ഭൂമിയോട് വിട പറഞ്ഞു പോയതിന് ശേഷമല്ല, അതിന്റെ മുമ്പ് തന്നെ, ഞാനിവിടെ ഉള്ളപ്പോ തന്നെ എന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നീ നൽകിയിരിക്കുന്ന താക്കീത് പ്രത്യക്ഷത്തില് നടപ്പിലാക്കാൻ പോകുന്നത് എങ്കിൽ റബ്ബി ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ, എന്റെ നാഥ ഈ ധിക്കാരികളായ അക്രമികളായ ആളുകളുടെ സമൂഹത്തില് അവരോടൊപ്പം എന്നെ നീ ഉൾപ്പെടുത്തല്ലേ. ഇതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടു കഴിഞ്ഞു. എപ്പോ വേണമെങ്കിലും അവരുടെ മേലുള്ള നടപടി സ്വീകരിക്കപ്പെടാം, അത് നടപ്പിലാക്കപ്പെടാം. പക്ഷെ അത് നടപ്പിലാക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ ദൂതൻ അവർക്കിടയിൽ ജീവിച്ചിരിപ്പുള്ള ഘട്ടത്തിൽ തന്നെയാണ് എങ്കിൽ ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ, ഈ ലാലിമുകളായ സമൂഹത്തിന്റെ കൂട്ടത്തിൽ എന്നെ നീ കണക്കാക്കല്ലേ, അവരോടൊപ്പം നീ എന്നെ പരിഗണിക്കല്ലേ. ഞാൻ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണ്. ഞാൻ അവരുടെ കൂട്ടത്തിലല്ല, അവരുടെ നിലപാടും എനിക്കില്ല. ഞാൻ അവരോട് കാര്യങ്ങൾ പറയുകയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ സമൂഹത്തിന്റെ ഭാഗമല്ല. ലാലിമുകളായി നിലകൊള്ളുന്ന സമൂഹത്തോടൊപ്പം നീ എന്നെ പരിഗണിക്കല്ലേ എന്ന് പറഞ്ഞാൽ, നീ അവരുടെ മേൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷ ഉടനെ തന്നെ നടപ്പിലാക്കുന്നുവെങ്കിൽ ആ ശിക്ഷ ബാധിക്കുന്ന വിധത്തില് ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് എന്നെ നീ കണക്കാക്കല്ലേ എന്നാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തത്, അള്ളാഹുവിന്റെ ദൂതൻ ആ ശിക്ഷ ഉടനെ തന്നെ വരും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ ആരും ഉണ്ടാക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകാം, ഉടനെ തന്നെ സംഭവിക്കാൻ ഇടയുള്ള ഒരു ദൈവിക നടപടിയായിട്ട് അത് മാറിയേക്കാം എന്ന ഒരു സൂചന അതിലിറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദൂതൻ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല എന്ന് വെക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾ ധിക്കാരത്തോടു കൂടി പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ നടപടി അവർക്കെതിരിൽ ഉണ്ടാകുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാതെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ ആ ശിക്ഷ അദ്ദേഹത്തെ പിടികൂടും എന്നുമല്ല. ഇത് കാര്യങ്ങൾ അത്രയും സുനിശ്ചിതമായ സംഗതിയാണ്. കാര്യങ്ങള് ഈ സമൂഹം വേണ്ട വിധത്തിൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അത്തരം ഒരു ശൈലിയിലുള്ള ഒരു ഭാഷണം ഇവിടെ നിർവഹിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ മശീഅത്തില്, അള്ളാഹുവിന്റെ ഖലാഇല് അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കുക എന്നത് നിർണയിക്കപ്പെട്ടതാണ് എങ്കിൽ അത് നടപ്പിലാവും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ വിധത്തിലാവുകയില്ല സംഭവിക്കുന്നത്. എന്തായാലും ഈ പ്രാർത്ഥന, അള്ളാഹു നൽകിയിട്ടുള്ള താക്കീത് അത്രയും റിയലിസ്റ്റിക് ആണ്. അത് ഒരു സാങ്കല്പികമായ ഒരു കാര്യമല്ല. ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഇതിന്റെ താല്പര്യം എന്ന് കാണാൻ കഴിയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നടത്തുന്ന ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അള്ളാഹു ഉടനെ നൽകുകയാണ്. അപ്പൊ ഈ ആയത്തിറങ്ങുമ്പോ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ ദൂതൻ അള്ളാഹുവിന്റെ ആ കൽപ്പന പാലിച്ചുകൊണ്ട്, ആ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ആ പ്രാർത്ഥന നിർവഹിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ റബ്ബി ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ എന്നീ വാക്കുകൾ, ഈ വാക്കുകളൊക്കെയും ഉരുവിട്ടുകൊണ്ട് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതില് ആ ഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദൂതൻ അതൊരു പ്രാർത്ഥനയായിട്ടാണ് നിർവഹിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും.
അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, വഇന്നാ അലാ അൻ നുരിയക മാ നഅിദുഹും ലഖാദിറൂൻ. നിശ്ചയമായിട്ടും ഏതൊരു കാര്യമാണോ ഇവർക്ക് നാം താക്കീതായിട്ട് നൽകിയിട്ടുള്ളത് അത് നടപ്പിലാക്കാൻ താങ്കളുടെ സാന്നിധ്യത്തിൽ തന്നെ, താങ്കളെ കാണിച്ചുകൊണ്ട് തന്നെ, താങ്കളുടെ പ്രത്യക്ഷത്തിൽ തന്നെ കൺമുന്നില് അത് നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും കഴിവുള്ളവൻ തന്നെയാണ് നാം എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു അത് ചെയ്യൂല എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതിന് അള്ളാഹ് നിശ്ചയിച്ച അള്ളാന്റെ മശീഅത്തും ഖലാഉം ഒക്കെ അനുസരിച്ചുള്ള ഒരു സമയക്രമവും ഒരു തീരുമാനവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അള്ളാഹു പറയുന്നത് തീർച്ചയായിട്ടും എന്തൊരു കാര്യമാണോ ഈ സമൂഹത്തിന് താക്കീതായിട്ട് നൽകപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവിന്റെ നടപടിയെക്കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത്, അത് താങ്കൾ അവർക്കിടയിൽ ജീവിച്ചിരിപ്പുള്ളപ്പോ തന്നെ താങ്കൾക്ക് കൂടി കാണാൻ കഴിയുന്ന അവസ്ഥയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് നാം. അങ്ങനെയാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. എന്നിട്ട് പക്ഷെ മറ്റൊരു കാര്യത്തിലേക്കാണ് അള്ളാഹു തുടർന്ന് അള്ളാഹുവിന്റെ ദൂതന്റെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ താക്കീതായി നൽകപ്പെട്ടിരിക്കുന്ന ആ ശിക്ഷ നടപ്പിലാക്കപ്പെടുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. അള്ളാഹുവിന്റെ ദൂതന്റെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങനെ ഒരു സംഗതി അവർക്ക് താക്കീതായി നൽകപ്പെട്ട ആ കാര്യം അവർക്കുള്ള ശിക്ഷയായിട്ട് അവരുടെ മേൽ പതിക്കുകയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നടപ്പിലാക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും അള്ളാഹു കഴിവുള്ളവൻ തന്നെയാണ്. എന്നിട്ട് തുടർന്ന് നബിയോട് പറയുകയാണ്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നിർദ്ദേശം. എല്ലാവർക്കും ബാധകമായ ഒരു പൊതു തത്വമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ അസ്സയ്യിഅ. തിന്മയെ പ്രവാചകരെ താങ്കൾ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ഈ ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് വളരെ ധിക്കാരപരമായ ഒരു പെരുമാറ്റമാകാം, ധാർഷ്ട്യം കാണിക്കുന്ന, അനാദരവ് പ്രകടമാക്കുന്ന പ്രതികരണങ്ങളാവാം ഇവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവുക. എന്ന് കരുതി താങ്കൾ അവരോട് അനാദരവിന്റെയും ധാർഷ്ട്യത്തിൻ്റെതുമായ ഭാഷയിൽ സംസാരിക്കണമെന്നല്ല. മറിച്ച് താങ്കള് സൗമ്യതയോടുകൂടി അവരുടെ ഗുണകാംക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുക. സത്യവിശ്വാസികള് എല്ലാവരും തന്നെയും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരാള് നമ്മെ ഒരുപാട് തെറി വിളിച്ചു എന്ന് കരുതിയിട്ട് അതേ വോൾട്ടേജിൽ തെറി വിളിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല. ഒരാള് നമ്മളോട് ഒരു ദ്രോഹം ചെയ്തു എന്ന് കരുതി അതേ രീതിയിലുള്ള ദ്രോഹം അവരോട് കാണിക്കുക എന്നതല്ല ഇസ്ലാമിന്റെ രീതി. ഇസ്ലാം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസം ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരുന്ന ആളുകൾ, അവരിൽ നിന്ന് നന്മയാണ് ഉതിർന്നു വരേണ്ടത്. അവരുടെ സംസാരത്തിലും മുഖഭാവത്തിലും അവരുടെ ചെയ്തികളിലും പെരുമാറ്റത്തിലും ഒക്കെ നന്മയാണ് അവർ വിളഞ്ഞെടുക്കുക, നന്മയാണ് അവരിലൂടെ പ്രകടമായി കാണുക. തിന്മയെ ഇല്ലാതാക്കാൻ ഒരു സൂത്രവാക്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചു തന്നത് തന്നെ ഈ തിന്മയെ, സയ്യിഅത്തിനെ ഹസനത്ത് കൊണ്ട്, നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോ പ്രതിയോഗികളായിട്ട് മറുപക്ഷത്ത് നിലകൊള്ളുന്ന ആളുകളിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെ കൂടെയുള്ള പലരുടെയും മനസ്സിൽ അത് വലിയ പരിവർത്തനം ഉണ്ടാക്കും. ധിക്കാരിയായി മുന്നോട്ട് നീങ്ങുന്ന ആള് ഒരു പക്ഷേ അതിനെ മുഖവിലക്കെടുത്തു എന്ന് വരില്ല. പക്ഷെ അയാളുടെ കൂടെ നിൽക്കുന്ന ധാരാളം ആളുകൾ അത് കാരണമായിട്ട് മനപരിവർത്തനമുള്ളവരായി മാറും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തിലേറെ നീണ്ടുനിന്ന ആ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ ആ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അതാണ്. ശത്രുപക്ഷത്തിലുണ്ടായിരുന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാർത്ഥത, സത്യസന്ധത, സൗമ്യത, അദ്ദേഹം കാണിക്കുന്ന കൃപാവായ്പ്, അദ്ദേഹം എല്ലാറ്റിലും പ്രകടമാക്കുന്ന അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പ്രതിയോഗികളിൽ മനപരിവർത്തനത്തിന് വലിയ പ്രചോദനമായി മാറുന്നത്. ഓരോരുത്തരായിട്ട് അവസാന ഘട്ടത്തിൽ സംഘമായിട്ട് അവര് മറുപക്ഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്തേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ പ്രബോധന ദൗത്യം നിർവഹിച്ചു തുടങ്ങിയ കാലത്ത് ആ ഭൂപ്രദേശത്തിലെ ഭൂരിഭാഗം ആളുകളും മറുപക്ഷത്തായിരുന്നു. മക്ക ഫത്ഹ് എത്തുന്നതോടുകൂടി എണ്ണപ്പെട്ട കുറെ ആളുകൾ പല യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ടത് ഒഴിച്ചു നിർത്തിയാൽ ഈ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിന്റെ ദൂതന്റെ പാതയിലേക്ക്, മാർഗത്തിലേക്ക്, ആ സരണിയിലേക്ക് കാലെടുത്തു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സൂത്രവാക്യമാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രായോഗിക തലത്തിൽ ഏറ്റവും ഏറെ പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പല സംഭവങ്ങളും ഒക്കെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നജിദ് പ്രദേശത്ത് ഒരു സൈനിക നീക്കം നടത്തിയ ഘട്ടത്തിലാണ് ഹാത്തിമുത്തായി എന്ന പേരിൽ അറബ് ലോകത്ത് വിശ്രുതനായിരുന്ന ഒരു ക്രൈസ്തവ ഗോത്രത്തലവൻ, അദ്ദേഹത്തിന്റെ കാലശേഷമാണ് ഈ സംഭവം. അറബ് ലോകത്ത് ഉദാരതയുടെ വലിയ പ്രതീകമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഹാത്തിമുത്തായി വലിയ ആതിഥ്യമര്യാദയുടെ ആളായിരുന്നു. അയാള് ക്രിസ്തു മതത്തിന്റെ അനുയായിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അദീബിന് ഹാത്തിമും അദ്ദേഹത്തിന്റെ മകൾ സഫാന ബിന്തു ഹാത്തിമും, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നതിന് വളരെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കഥ തന്നെയുണ്ട്. അവരുടെ ഭൂപ്രദേശത്ത് മുസ്ലിം സൈനികരുടെ പടയോട്ടം ഉണ്ടായപ്പോ, സൈനിക നീക്കം ഉണ്ടായപ്പോ ബന്ദിയായി പിടിക്കപ്പെടുകയാണ് ഈ സഫാന ബിന്തു ഹാത്തിം. ആ ഘട്ടത്തില് തന്റെ കുടുംബവുമായിട്ട് സ്ഥലം വിട്ട് കളഞ്ഞ ആളാണ് ഗോത്രത്തിന്റെ തലവനായിട്ട് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അദീ ഇബ്നു ഹാത്തിം. അദ്ദേഹം സിറിയയിലേക്ക് പോയി കളഞ്ഞതാണ്. സഫാന മുസ്ലിം പടയാളികളുടെ കൈകളില് മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തിയപ്പോ ഹാത്തിമുത്തായിയുടെ മകളാണ്, അറബ് ലോകത്ത് ഉദാരതയുടെയും ആതിഥ്യമര്യാദയുടെയും ഒക്കെ പേരിൽ അറിയപ്പെട്ടിരുന്ന ആ വ്യക്തിയുടെ മകളാണിത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചപ്പോ അള്ളാഹുവിന്റെ ദൂതൻ അവരോട് കാണിച്ച സ്നേഹവായ്പും കാരുണ്യത്തോടു കൂടിയുള്ള പരിചരണവും ഉദാരമായ നിലപാടുകളും ഒക്കെ ഇത് അവരെ വല്ലാതെ സ്വാധീനിച്ചു. അവർക്ക് ഏറ്റവും സുരക്ഷിതത്വ ബോധം നൽകിയ ഒരു സംഘത്തോടൊപ്പം സഹോദരന്റെ അടുക്കലേക്ക്, സിറിയയിലേക്ക് അവരെ തിരിച്ചയക്കാൻ അള്ളാഹുവിന്റെ ദൂതൻ അനുമതി നൽകുകയും ചെയ്തു. ഈ ഒരൊറ്റ നടപടിയാണ് സഫാനെ സഹോദരൻ അദീ ഇബ്നു ഹാത്തിമിനെ മദീനയിലേക്ക് ഉടനെ പറഞ്ഞേക്കാനും അള്ളാഹുവിന്റെ ദൂതനോട് പോയി കൃതജ്ഞത രേഖപ്പെടുത്താനും ഒക്കെ പ്രേരിപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. അങ്ങനെയാണ് അദീ ഇബ്നു ഹാത്തിം നബിയുടെ അടുക്കൽ വരുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. അദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കിട്ടിയ സ്വീകരണവും പരിചരണവും ഒക്കെ അതില് പ്രചോദിതമായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതേ കാരണത്താലാണ് അദ്ദേഹത്തിന്റെ സഹോദരി സഫാന ബിന്തു ഹാത്തിം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമാകുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, അള്ളാഹുവിന്റെ ദൂതനെ അള്ളാഹു ഒരു വളരെ അടിസ്ഥാനപരമായ തത്വം പഠിപ്പിക്കുകയാണ്. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ.
ഏറ്റവും അഹസനായ സംഗതി കൊണ്ട്, നന്മ കൊണ്ട് സയ്യിഅത്തിനെ, തിന്മയെ പ്രവാചകരെ പ്രതിരോധിക്കണം. ശത്രുക്കൾക്ക്, പ്രതിയോഗികൾക്ക്, ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിലുള്ളവർക്ക് അങ്ങനെയൊക്കെ ആവാം. അവർക്ക് ഏത് അക്രമത്തിന്റെ വഴിയും സ്വീകരിക്കാം. അവർക്ക് എന്ത് വൃത്തികേടും ജീവിതത്തിൽ പിന്തുടരാം. അവർക്ക് പ്രത്യേകിച്ച് പിന്തുടരാൻ ഒരു തത്വശാസ്ത്രമോ ദർശനമോ ഒന്നും അവരുടെ കയ്യിലില്ല. പക്ഷെ സത്യവിശ്വാസികളുടെ പ്രതികരണം എല്ലാ ഘട്ടത്തിലും ഗുണകാംക്ഷ അടങ്ങിയതായിരിക്കണം. നമ്മുടെ എതിർപക്ഷത്തുള്ള ആളുകൾക്ക് നമ്മുടെ കയ്യിലുള്ള ഹക്ക് ലഭ്യമാകണം, അതിലൂടെ അവർക്ക് ജീവിത വിജയം നേടാൻ കഴിയണം എന്ന ആത്മാർത്ഥമായ ഒരു ആഗ്രഹം നമ്മുടെ ഏത് നടപടിയിലും പ്രകടമാവണം. ഇതാണ് അള്ളാഹുവിടെ പ്രവാചകനെ പഠിപ്പിക്കുന്ന കാര്യം. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ. അവരുടെ ഭാഗത്തുനിന്ന് സയ്യിഅത്ത് മാത്രമായിരിക്കും, തിന്മ മാത്രമായിരിക്കും, അക്രമം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ധാർഷ്ട്യത്തിന്റെ സ്വഭാവം മാത്രമായിരിക്കും. പക്ഷേ പ്രവാചകരെ, താങ്കൾ അവർക്ക് തിരിച്ചു നൽകേണ്ടത് ഹസനത്താണ്, നന്മയാണ്. നഹ്നു അഅലമു ബിമാ യസിഫൂൻ. അവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിവരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്നവൻ നാമാണ്, കൂടുതലായിട്ട് അറിയുന്നത് നമുക്കാണ്. അപ്പൊ നാം ഇതൊന്നും അറിയാതെ പറയല്ല. അങ്ങനെ ആർക്കും ഒരു തെറ്റിദ്ധാരണ വേണ്ട. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ കേട്ടണോ എന്നൊക്കെ നമ്മൾ സംസാരത്തിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. അവരെന്നെ പറ്റി പറഞ്ഞു വരുത്തിയത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമോ എന്നൊക്കെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോ ഒക്കെ പറഞ്ഞു എന്ന് വരും. പക്ഷെ അള്ളാഹു ഇവിടെ പറയുന്നത് നഹ്നു അഅലമു ബിമാ യസിഫൂൻ. അവര് ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവര് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവര് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ നാമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം ഈ നിർദ്ദേശം നൽകുന്നത്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. ഇതാണ് നിർദ്ദേശം. തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. വെറുപ്പിനെ വെറുപ്പ് നൽകിക്കൊണ്ടല്ല, മറിച്ച് സ്നേഹവും സന്തോഷവും നൽകിക്കൊണ്ടും ഗുണകാംക്ഷ കാണിച്ചുകൊണ്ടും. ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. എന്ന് കരുതി സംഘടനം വേണ്ടി വരൂല, തിരിച്ചടി നൽകേണ്ടി വരൂല എന്നൊന്നുമല്ല. തിരിച്ചടി നൽകുമ്പോ പോലും നമ്മൾ അതിൽ ഭയങ്കര നിയന്ത്രണമുള്ളവരായിരിക്കും. പ്രത്യാക്രമണം നടത്തുമ്പോ പോലും ഈ ശത്രുപക്ഷത്തുള്ളവർ സത്യം കാണാൻ, സത്യമാർഗത്തിലേക്ക് വരാൻ അവസരം ഉണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മിലുണ്ടാവും. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. തീർച്ചയായിട്ടും അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവൻ നാമാണ്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ. മാത്രവുമല്ല, പിശാചിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പറയുകയും ചെയ്യുക. പ്രാർത്ഥനയിൽ ഇതുകൂടി ഉൾപ്പെടുത്തുക. എപ്പോ വേണമെങ്കിലും പിശാച് കയറി കളിക്കാം. നിന്നെ ലക്ഷ്യം ഇല്ലാത്തവനാക്കി മാറ്റാം. നിന്റെ ആത്മാർത്ഥതയിൽ കളങ്കം ഉണ്ടാക്കുന്നവനായി ഈ പിശാച് പ്രവർത്തിക്കാം. നിന്റെ ലക്ഷ്യം, നിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രേരണ ഒക്കെ ചിലപ്പോ സ്വാർത്ഥതയുടെയോ ഭൗതിക താല്പര്യത്തിന്റെയോ ഒക്കെയായി മാറാം. അത് പിശാചിന്റെ ഇടപെടലാണ്. ജാഗ്രത ഉണ്ടാവണം, നല്ല പ്രാർത്ഥനയും വേണം. കാരണം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പലപ്പോഴും അങ്ങനെ പല സംഭവങ്ങളും കാണാൻ കഴിയും. പോരാട്ട രംഗത്ത് ശത്രുവിന് നേരെ വാളോങ്ങുമ്പോ ആ ശത്രു അവന്റെ തല വാളുകൊണ്ട് വെട്ടിയിട്ട് അത് ഭൂമിയിൽ പതിക്കുന്നതോടെ അയാളുടെ സുന്ദരിയായ ഭാര്യ എന്റെ ഭാര്യയായി, എനിക്ക് ഇണയായി കിട്ടാൻ ഒരു അവസരം ഉണ്ടാകും എന്നുള്ള നീയത്തോടു കൂടി അങ്ങനെ സംഭവിച്ചു പോവുകയാണെങ്കിൽ അവിടെ പിഴവ് സംഭവിക്കുകയാണ്, വലിയ വ്യതിചലനം ഉണ്ടാകുകയാണ്. പിശാചാണ് അങ്ങനെ ഒരു പ്രലോഭനം നമ്മുടെ മനസ്സിലിട്ട് തരുന്നത്. ശത്രുവിനോട് പോരാടുമ്പോ
അങ്ങനെയുള്ള ഭൗതിക താല്പര്യങ്ങള് നമുക്ക് പ്രേരണയാവുന്ന വിധത്തില് നമ്മളുടെ നീയത്തിനെ കളങ്കപ്പെടുത്തുന്നത് സംഭവിക്കാൻ പാടില്ല. അത് നമ്മളുടെ ലക്ഷ്യത്തെ തകർത്ത് കളയും. നമ്മെ ഒരുപക്ഷെ അള്ളാഹുവിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങുന്നവരാകുന്നതിന് പകരം അള്ളാഹുവിന്റെ ശാപമോ ശിക്ഷയോ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി. ഇതല്ല വേണ്ടത്. നന്മ കൊണ്ടാണ് തിന്മയെ പ്രതിരോധിക്കേണ്ടത്. അതിൽ കൃത്യമായ ആത്മാർത്ഥമായ നിലപാടുകൾ നമുക്കുണ്ടാവണം. ഭൗതികമായ പൈശാചികമായ ലക്ഷ്യങ്ങളോ പ്രേരണയോ പ്രലോഭനമോ ആയിരിക്കരുത് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പ്രയത്നത്തിനുമുള്ള പ്രചോദനമായിട്ട് വർത്തിക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, റബ്ബി അഊദു ബിക, എന്റെ നാഥ ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചുക്കളുടെ ദുഷ്പ്രേരണകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്. പിശാച് ഇങ്ങനെ മനസ്സിൽ ഓരോന്നും മന്ത്രിച്ചു തരുന്ന അത്തരം നടപടികളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. പല സംഗതികളും വേറെ ആരും കാണൂല, വേറെ ആരും അറിയൂല. പിശാച് മനസ്സിലിട്ട് തന്നിട്ടുണ്ടാവും. നമ്മൾ ആയുധം എടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തില് പോരാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഘട്ടത്തിലാവും ആ പോരാട്ടത്തിന് വേറെ താല്പര്യം പിശാച് കൊണ്ടുവന്നിട്ട് തരാം. അതോടുകൂടി ആ പ്രയത്നം കളങ്കിതമാവുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന് പ്രയോജനം ചെയ്തെന്ന് വരും, പക്ഷെ ആ പോരാടുന്ന പോരാളിക്ക്, അള്ളാഹുവിന്റെ മാർഗത്തില് പോരാടുന്ന ആ വ്യക്തിക്ക് അത് ഗുണമാകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. പലപ്പോഴും അതില് സ്വാർത്ഥതയുടേതോ ഭൗതിക താല്പര്യത്തിൻ്റെതോ ആയ പൈശാചികത കയറിക്കൂടിയിട്ടുണ്ടാവും. പിശാചിന്റെ ദുഷ്പ്രേരണയും ദുർമന്ത്രവും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അതൊരിക്കലും ഉണ്ടാവരുത്. അതുണ്ടാവാത്ത വിധത്തിൽ അള്ളാഹുവിൽ കാവല് തേടിക്കൊണ്ടിരിക്കുക. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കും, ഇങ്ങനെയാണ്, നിന്നിൽ ഞാൻ അഭയം തേടുന്നു, അവര് എന്റെ സന്നിധിയിൽ ഉണ്ടാവുന്നതിനെ തൊട്ട്. നേരത്തെ പറഞ്ഞല്ലോ ഷയാത്തീൻ എന്ന്, ഹമസാത്തി ഷയാത്തീൻ. പിശാചിന്റെ ദുഷ്പ്രേരണകളും പ്രലോഭനങ്ങളും മാത്രമല്ല, അവരെന്റെ അടുത്തെങ്ങാനും ഉണ്ടാവുന്നതിനെ തൊട്ട് പോലും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്നാണ് പറയുന്നത്. അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു, റബ്ബി, എന്റെ നാഥ, അൻ യഹ്ദുറൂൻ, അവർ എന്റെ സന്നിധിയിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചും. എന്റെ സന്നിധിയിൽ അവരുണ്ടാകരുത്. എന്റെ സാന്നിധ്യത്തില് എനിക്ക് എന്തെങ്കിലും ദ്രോഹം വരുത്തുന്ന വിധത്തിൽ ശയാത്തീൻ എന്റെ ചുറ്റുവട്ടത്ത് ഉണ്ടാകാതിരിക്കുന്ന ഒരു സംഗതിയാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ പിശാചുക്കൾ എന്റെ സന്നിധിയിൽ ഉണ്ടാവുക എന്ന, എനിക്ക് അപകടം വരുത്തുന്ന ഒരു സാന്നിധ്യമായിട്ട് പിശാചുക്കള് ശയാത്തീന്മാര് ചുറ്റുപാടും ഉണ്ടാവുക എന്നതിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. പിശാചുക്കൾ ഒരിക്കലും തന്നെ നമ്മൾ കരുതുന്ന പോലെ, പണ്ട് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ, മനോരമ ക്ലാസിക്സിലെ അമർ ചിത്രകഥയൊക്കെ പോലെയുള്ളതില് ഈ 2 കൊമ്പ് നെറ്റിയിലുള്ള ഒരു രൂപമായിട്ട് നമ്മളുടെ അടുക്കൽ വരികയില്ല. അത് നമുക്ക് വളരെ വലിയ പ്രലോഭനമാകുന്ന വിധത്തില്, നമുക്ക് വളരെ വലിയ വേണ്ടപ്പെട്ട ഒരാളായിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്പ്രേരണകള് ഉണ്ടാകുമ്പോ തന്നെ അത് ആര് മുഖേന വരികയാണെങ്കിലും അത് പിശാചിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ആ ഘട്ടത്തിൽ. അതിന് ഈ പ്രാർത്ഥന ഉപകരിക്കും. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താണ്? റബ്ബി വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പിശാചിന്റെ ഹമസാത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഷയാത്തീന്മാരുടെ, പിശാചുക്കളുടെ ധാരാളം ഉണ്ടാവും. ആണും പെണ്ണുമായിട്ടും മനുഷ്യരും ജിന്നുകളും ഒക്കെ ആയിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ ഹമസാത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അവര് എന്റെ സന്നിധിയിൽ ഉണ്ടാകുന്നതിനെ തൊട്ടും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അവര് എന്റെ അടുത്തൊന്നും വേണ്ട, അവരെ എന്റെ അടുക്കലേക്കൊന്നും പറഞ്ഞു വിടല്ലേ എന്ന വിധത്തിലും കൂടി
അവരിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കൂ എന്നാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകുന്നത്. അപ്പോ ശത്രുവിന്റെ വിനാശമല്ല ആഗ്രഹിക്കേണ്ടത്. ശത്രുവിന് ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിലകൊള്ളുന്നവർക്ക് സത്യം ഉൾക്കൊള്ളാനുള്ള അവസരം ഉണ്ടാകാനും കണ്ണു തുറക്കാൻ അവസരമുണ്ടാകാനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ആത്യന്തികമായ നന്മ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഏത് ഘട്ടത്തിലും സത്യവിശ്വാസികൾ നിലകൊള്ളേണ്ടത് എന്നതാണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ഇവിടെ പഠിപ്പിക്കുന്നതെങ്കിലും അത് എല്ലാ സത്യവിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു അധ്യാപനമാണ് എന്നതാണ് വസ്തുത. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.